ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് തൊണ്ടമുളകിനെ കുറിച്ചുള്ളതാണ്. സാമ്പാർ മുളകെന്നും പറയും. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നിറച്ച് കായ്ക്കുന്നതാണ്. വളരെയധികം മനോഹരമാണ് ഇതിനെ കാണാനായിട്ട്. പച്ച കളറിലെ ചുവന്ന കളറിലെ മുളക് ഇങ്ങനെ ഇടകലർന്ന് നിൽക്കുന്ന കാണാൻ തന്നെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇങ്ങനെ ഇത് കാഴ്ച നിൽക്കുമ്പോൾ നമുക്ക് പറിക്കാനേ തോന്നത്തില്ല. ഇതിനെ ഇങ്ങനെ കാണുന്നതാണ് ഭയങ്കര രസം. കൃഷി ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്കും വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മുളക് കൃഷി ചെയ്യാൻ എടുക്കുന്ന ഗ്രോ ബാഗിൽ നിറയെ സുഷിരങ്ങളുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം അതിൽ മണ്ണ് നിറയ്ക്കാവുന്നതാണ്. കുമ്മായി ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ അടിവളം ഞാൻ കോഴിവളമാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിനെയൊക്കെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ ചേർക്കുന്നതിലൂടെ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ ചെറുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മണ്ണിലേക്ക് വിത്തുകൾ നടാവുന്നതാണ്. നമുക്ക് നല്ല അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതിനെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു കമ്പ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. 2-3 ദിവസം കഴിയുമ്പോൾ ഇവയെല്ലാം തന്നെ മുളച്ച് വരും. പിന്നെ വെള്ളം സ്പ്രേ ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. മുളക് ചെടിയും നമ്മൾ പറിച്ച് നടുമ്പോൾ ഇതുപോലെ തയ്യാറാക്കിയ മണ്ണിൽ വേണം നടാനായിട്ട്. വിത്ത് നടുമ്പോൾ നല്ല ഫലഭൂഷ്ടമായ മണ്ണിൽ വേണം നട്ടുകൊടുക്കാൻ. അപ്പോഴേ നല്ല കരുത്തോടു കൂടി വളർന്നു വരികയുള്ളൂ. ചെടികളെല്ലാം ഇച്ചിരി വളർന്ന് വലുതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്യൂഡോമോണസ് 20 ഗ്രാം വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിലും ഇലകളിലും ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു 10 മുതൽ 15 ദിവസം കൂടുമ്പോൾ നമ്മൾ തീർച്ചയായും ചെയ്തു കൊടുക്കണം. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ ചെറുക്കാനായിട്ടും ചെടിക്ക് നല്ല രോഗപ്രതിരോധ ശേഷി കൈവരാനായി ഇത് സഹായിക്കുന്നതാണ്. മുളക് ചെടിയിൽ നമുക്ക് മിലിമീട്ട, വെള്ളീച്ച ഇതുപോലുള്ള കീടങ്ങളെയൊക്കെ തന്നെ കാണാൻ സാധിക്കും. ഇലയുടെ അടിഭാഗം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെല്ലാം തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഇനി പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു കോട്ടൺ പീസ് ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി മുരടിപ്പ് രോഗമാണ് വരുന്നതെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇലകളൊക്കെ തന്നെ ചെറുതായി വരും. അതിനൊരു കളർ വ്യത്യാസമൊക്കെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. മുളക് ചെടിയും നമ്മൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ എപ്പോഴും ശ്രദ്ധ വേണം. കാരണം വെച്ചാൽ അതിൻ്റെ ഇലകളുടെ അടിഭാഗത്ത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വെളീച്ച, മിലിമൂട്ട ഇതുപോലുള്ള കീടങ്ങളൊക്കെ തന്നെ പറ്റി പിടിച്ചിരിക്കും. ഇവയാണ് പിന്നീട് ഈ ചെടിയെ മുരടിപ്പിലോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മൾ രോഗം വരാതെ നോക്കുന്നതാണ് നല്ലത്. ആദ്യമേ തന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതൊക്കെ തന്നെ സ്പ്രേ ചെയ്യുന്നതിന് മുന്നേ ഇലകളൊക്കെ തന്നെ അടിഭാഗവും മുകൾ ഭാഗവും നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കഴിവതും രാവിലെയോ വൈകുന്നേരങ്ങളിലോ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. വൈകുന്നേരങ്ങളിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നേരം ഇത് ചെടികളുടെ ഇലകളിൽ തങ്ങിയിരിക്കുന്നതാണ്. ഇനി നമ്മുടെ ചെടികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിയന്ത്രണാതീതമായിട്ട് വെള്ളീച്ച, മിലിമൂട്ട ഇവയെ കാണുന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അതിനെ ഒരു കോട്ടൺ പീസ് ഉപയോഗിച്ച് തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് വിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വിവേറിയ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ഇലകളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചെടി വളർന്ന് വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചെടിയുടെ ചുവട്ടിൽ ഇടയ്ക്കൊക്കെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ മൂട് അഴുകലൊക്കെ മാറ്റി കിട്ടാനും മണ്ണിലൂടെ പകരുന്ന രോഗാണുക്കളെ ചെറുക്കാനും ഇത് ചെടിയെ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ആവശ്യത്തിന് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കൂടുതൽ വെള്ളം ചെടിയുടെ ചുവട് അഴുകുന്നതാണ്. ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഉണങ്ങി ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം, ആട്ടിൻ വളം, കോഴിവെള്ളം ഒക്കെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ തടത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാൻ പാടില്ല. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്തുകൂടി നമുക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്കൊരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുളക് ചെടിയുടെ തടത്തിൽ നമുക്ക് ചാരവും ഇട്ട് കൊടുക്കാവുന്നതാണ്. വല്ലപ്പോഴും ഒരു സ്പൂണൊക്കെ. ചാരം നമ്മുടെ ചെടിയിലെ പൂവൊഴിച്ചിലിനെയൊക്കെ തടയാനും നിറച്ച് കായ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് വളരെ ഈസി ആയിട്ട് തൊണ്ടമുളക് വീട്ടിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നിറച്ച് കായ്ക്കുന്ന ഒന്നാണ്. കാണാനും വളരെ മനോഹരമാണ്. കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. തൊണ്ടമുളക് കൃഷി രീതിയെക്കുറിച്ച് ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്